മലയാള സിനിമയിലെ ലഹരി ഉപയോഗം അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ചയാവുകയാണ്. ഈ അവസരത്തിൽ പുതിയ വെളിപ്പെടുത്തലുകളുമായി പലരും രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് സംവിധായകനും ഫെഫ്ക ഭാരവാഹിയും കൂടിയായ ജോസ് തോമസ്. ലഹരി വിഷയത്തിൽ ഷൈൻ ഒറ്റയ്ക്കാവില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഷൈൻ ടോം ചാക്കോ മൊത്തം സിനിമാ വ്യവസായത്തെയും നാണം കെടുത്തിയെന്നും എങ്കിലും താരത്തോട് സഹതാപം മാത്രമാണ് ഉള്ളതെന്നും ജോസ് തോമസ് തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട്. മലയാളത്തിലെ മുൻനിര താരം ലഹരിക്ക് അടിമയാണെന്ന് അഡ്വക്കേറ്റ് എ ജയശങ്കറിന്റെ ആരോപണം ജോസ് തോമസ് ശരിവച്ചു. കൂടാതെ ഒരു മുതിർന്ന നടനും അതേ പാതയിലാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. മാധ്യമങ്ങൾ നിറയെ ഷൈൻ ടോം ചാക്കോയെ കുറിച്ചുള്ള നിറം പിടിപ്പിച്ച വാർത്തകളാണ്. 10 വർഷം മുൻപ് കൊക്കൈൻ കേസിൽ അകത്താകേണ്ടതായിരുന്നു. ഇവിടത്തെ പോലീസ് തെളിവുകൾ ശേഖരിക്കുന്നതിൽ കൃത്യത പുലർത്താത്തത് കൊണ്ട് ഷൈൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ്. വീണ്ടും അതേ പാത പിന്തുടർന്ന് പോവുകയാണ്. ഈ ചെറുപ്പക്കാരൻ സിനിമയിൽ വേണോ വേണ്ടയോ എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച. പല ചാനലുകളും സിനിമാ സംഘടനകൾക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെ സംഘടനകൾ ലഹരി ഉപയോഗിക്കുന്ന നടീനടന്മാർക്ക് എതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നില്ല. സംഘടനകൾക്ക് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ എന്താണ് അവകാശം? മാറ്റി നിർത്തുന്ന ചില നടപടികളല്ലാതെ മറ്റൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല. അതിന് ചിലർ സാമൂഹിക പ്രതിബദ്ധത ചൂണ്ടിക്കാട്ടിയിറങ്ങും. പണ്ട് തിലകനെ വിലക്കിയില്ലേ, മറ്റു ചില സംവിധായകരെ വിലക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ അവരെ വിലക്കും. അത് സാധാരണയാണ്. ഇക്കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഷൈനെ വിളിച്ചു വരുത്തിയ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മാധ്യമപ്പട തന്നെ അവിടെ കൂടിയിരുന്നു. അവിടേക്ക് അമ്മയുമായാണ് ഷൈൻ വന്നിറങ്ങിയത്. സഹോദരനും കൂടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അവർ തല കുനിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരു മകൻ ജനിച്ചപ്പോൾ അവൻ ഷൈൻ എന്ന് പേരിട്ട് അവൻ ജീവിതത്തിൽ ഷൈൻ ചെയ്യാൻ ഉദ്ദേശിച്ച് വളർത്തിക്കൊണ്ടു വന്നിട്ട് ഒടുവിൽ ലഹരി ഉപയോഗത്തിന്റെ കേസുകൾ ഉണ്ടായി. ആരോപണങ്ങൾ ഉയരുക, പിന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരിൽ ആരോപണം നേരിടുക. എനിക്ക് ആ മാതാപിതാക്കളോടും ഷൈനിനോടും സഹതാപമാണ് തോന്നിയത്. കാരണം സെറ്റിൽ കൃത്യസമയത്ത് വരികയും ഒരു നിർമ്മാതാവിനെ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ഷൈൻ ചെയ്തിട്ടില്ല. ഷൈൻ ലഹരി ഉപയോഗിച്ചു, തമാശയ്ക്ക് ഓരോന്ന് പറയും. അത് പക്ഷെ അത്തരത്തിൽ പറഞ്ഞപ്പോൾ വിൻസി അലോഷ്യസ് എന്ന നടിക്ക് ഒട്ടും കംഫർട്ടബിൾ ആയി തോന്നിയില്ല. അന്ന് തന്നെ സെറ്റിലിന് ഇത്തരത്തിൽ ആവർത്തിക്കരുതെന്ന് പറഞ്ഞതാണ്. പിന്നീട് വിൻസി ഒരു പരിപാടിയിൽ സംസാരിച്ചപ്പോൾ ഇത് പറഞ്ഞത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായി. ഇതിനിടയിൽ എ ജയശങ്കർ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ പറയുന്നു, മലയാള സിനിമയിൽ താരമൂല്യമുള്ള ഒരു നടൻ യുവതലമുറയിൽ അഭിനയിക്കാൻ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു നടൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഇതിനെതിരെ ആരും ഒന്നും പറയാത്തത്, ആരും മിണ്ടാത്തത്? അദ്ദേഹത്തിന്റെ ഭാര്യയും ഇത് ഉപയോഗിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ജയശങ്കർ പറഞ്ഞത് എനിക്ക് കൃത്യമായി അറിയാം. എന്നിട്ടും ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ആ നടന്റെ പേര് ഞാൻ പറയുന്നില്ല. ആ നടൻ താരമൂല്യമുള്ള നടൻ ആയതുകൊണ്ടാണ് ആരും ഒന്നും സംസാരിക്കാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഡേറ്റ് കിട്ടിയാൽ അദ്ദേഹം ലഹരി ഉപയോഗിച്ച് ഇത്തിരി വൈകിയാലും ഒരു ദിവസം വന്നില്ലെങ്കിലും അവർക്ക് കുഴപ്പമില്ല. ആ പേര് വെച്ച് സിനിമ വലിയ വിലയ്ക്ക് വിൽക്കാം. അതുകൊണ്ട് അയാൾ ലഹരി ഉപയോഗിച്ചാലും ഭാര്യയ്ക്ക് കൂടി ലഹരി വാങ്ങി കൊടുത്താലും സഹിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. സിനിമയ്ക്കെതിരെ നിരന്തരം പരാതി വരാൻ കാരണം സിനിമയിലെ കുറച്ചുപേർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ്, ലഹരി ഉപയോഗിച്ചുകൊണ്ട് സെറ്റിൽ മാന്യതയില്ലാതെ നടത്തുന്ന പെരുമാറ്റമാണ്. മലയാളത്തിൽ നിരന്തരം സിനിമയെടുക്കുന്ന ഒരു നിർമ്മാതാവ് ഇപ്പോഴും ആ സിനിമ നടക്കുകയാണെങ്കിൽ എന്റെ വിശ്വാസം സംവിധായകനായി വന്നു പിന്നീട് ഉപനായകനായി വീണ്ടും നായകനായ ഒരു നടൻ. തികഞ്ഞ മദ്യപാനിയായിരുന്ന ഇയാൾ ഇപ്പോൾ ലിവറിന് ഇത്തിരി പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് മദ്യപാനം നിർത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് രാസലഹരിയിലേക്കും കഞ്ചാവിലേക്കും ഒക്കെ കടന്നിരിക്കുകയാണ് എന്നാണ് വാർത്ത. അദ്ദേഹത്തെ നായകനാക്കി സിനിമ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ നായക തുല്യമായ മറ്റൊരു കഥാപാത്രത്തിലേക്ക് നമുക്ക് ശ്രീനാഥ് ഭാസിയെ കൊണ്ടുവരാമെന്ന് പറയുന്നു. ശ്രീനാഥ് ഭാസി ആകുമ്പോൾ നന്നായി അഭിനയിക്കും, നിർമ്മാതാവ് പറഞ്ഞു. അയാൾ പ്രശ്നക്കാരനാണ്, വരില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിക്കോളാം എന്നാണ് അയാൾ പറഞ്ഞത്. തനിക്കും യഥേഷ്ടം ലഹരി ഉപയോഗിക്കാം എന്ന് കരുതിയാണോ ശ്രീനാഥ് ഭാസി തന്നെ വേണമെന്ന് പറഞ്ഞതെന്ന് എനിക്ക് സംശയമുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. എന്തായാലും ഷൂട്ട് തുടങ്ങി കുറച്ച് മുന്നോട്ട് പോകുന്നു. ഒരു ദിവസം വൈകിട്ട് 4 മണിയായപ്പോൾ അരമണിക്കൂർ കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ശ്രീനാഥ് ഭാസി പോയി. മണിക്കൂർ 1 കഴിഞ്ഞു, 4 കഴിഞ്ഞിട്ടും അയാൾ എത്തുന്നില്ല. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അന്നത്തെ ദിവസം ഷൂട്ട് പാക്കപ്പ് ചെയ്യുന്നു. രാത്രി ശ്രീനാഥ് ഭാസി വിളിക്കുന്നത് മലേഷ്യയിൽ നിന്നാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, മലേഷ്യയിൽ പോയത് എന്തിനാണെന്ന് പോലും പറയുന്നില്ല. ഈ നിർമ്മാതാവ് പരാതിപ്പെട്ടോ, അല്ലെങ്കിൽ ഷൂട്ട് തീർന്നിട്ട് അവനുള്ള പണി കൊടുക്കാമെന്ന് വിചാരിച്ചതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞത് മലയാള സിനിമയിലെ ലഹരി ഉപയോഗിക്കുന്ന യുവതാരങ്ങളുടെ കോമാളിത്തരങ്ങളാണ്. ശുദ്ധ പോക്രിത്തരം എന്നാണ് പറയേണ്ടത്. അവനൊക്കെ മലയാള സിനിമയെ നശിപ്പിക്കാൻ നടക്കുകയാണ്.
അവരൊക്കെ ഒഴിവാക്കാൻ നിർമ്മാതാക്കൾ സ്വയം തീരുമാനിക്കണം.